നാളെയാണ് എസ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ. ബാലൻസ് എമൗണ്ടിന്റെ കാര്യം ഒന്നും ശരിയായിട്ടില്ല. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. 2-3 ഫൈനാൻസേഴ്സ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. എന്തിനാ ഇത്രയും ടെൻഷൻ അനുഭവിക്കുന്നത്? നമുക്കുള്ള ബിസിനസ്സുകൾ മതിയായിരുന്നു. 2 ദിവസം കൊണ്ട് ബാബു വല്ലാണ്ടായി. ഊണുമില്ല, ഉറക്കവുമില്ല. ഒക്കെ ശരിയാവും. ഞാൻ പോയിട്ട് ആവുന്നത്ര വേഗത്തിൽ വരാം. ഡാഡി ഇപ്പോൾ വരും. ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ബാബു, Morning, sir. Morning. Morning, sir. ആരും എത്തിയില്ല. എല്ലാവർക്കും ആവശ്യം സെക്യൂരിറ്റിയാ. വാങ്ങാൻ പോകുന്ന എസ്റ്റേറ്റ്സിന് സെക്യൂരിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അവർക്കത് പോരാന്നാ പറഞ്ഞത്. അതിപ്പോ ലാസ്റ്റ് മൊമെന്റിലാ പറയാ. ശരി, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. എന്തായി ബാബു? ഒന്നും ശരിയായിട്ടില്ല. നമുക്ക് ഒന്ന് ധനലക്ഷ്മി ഫൈനാൻസേഴ്സ് വരെ പോയിട്ട് വരാം. ആ കുറിപ്പിപ്പോ വരും. നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട് പോയാൽ പോരെ? രജനിക്കുള്ള ആഹാരം ടിഫിൻ കാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കയറി ലേറ്റ് ആവും. ബാങ്ക് ടൈം കഴിഞ്ഞാൽ പിന്നെ ഇന്നൊന്നും നടക്കില്ല. ശരി. നമ്മൾ ചെല്ലുന്നുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഫോൺ ചെയ്യുമ്പോ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാലോ? ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ കിടന്ന് ഓടണമായിരുന്നു. ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ കാര്യമല്ലേ. നാളെ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ കൊടുത്ത അഡ്വാൻസ് കൂടെ പോകും. അവസാന നിമിഷത്തിലല്ലേ അവർ സെക്യൂരിറ്റി കടമ്പിടി പിടിച്ചത്. എങ്കിൽ പിന്നെ നമ്മുടെ വീട് സെക്യൂരിറ്റി കൊടുക്കാമായിരുന്നില്ലേ? അഡ്വാൻസ് കൊടുക്കാൻ 15 ലക്ഷം രൂപ കടം മേടിച്ചതിന് വീടാ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നു.
അക്കാര്യം ബാബു എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഓ, അപ്പൊ ബാബു തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? എന്തായാലും എന്നോട് ബാബുവിന് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. ഓ, ഐ കാൻ ബിലീവ് ഇറ്റ്. ഒപ്പിടുന്നതിന് മുമ്പ് രജനിക്കും എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. അവളും അത് ചെയ്തില്ല. അല്ലേ, അവക്ക് എന്തറിയാം, പാവം കുട്ടി. ഫോട്ടോകളെടുത്ത് സൂക്ഷിക്കുന്നതിൽ ബാബുവിന് വലിയ കൗതുകമായിരുന്നു. എനിക്ക് കാണാൻ ഈ ചിത്രങ്ങളെ ഉണ്ടാവൂ എന്നതിന്റെ ഒരു മുന്തിരിയായിരുന്നിരിക്കാം അത്. കുട്ടിയുടെ താത്താക്കിട്ടിരിക്കുക. എന്റെ അച്ഛൻ ഇതിനകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഡാഡി വല്ലതും കഴിച്ചോ? Good night, Grandpa. ഇതാണ് അച്ഛന്റെ അവസ്ഥ. പാവൻ ഡാഡി. എല്ലാം തകർന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നാളത്തേക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഒന്നും പിടിച്ചാൽ പിടികിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ മദ്യത്തിൽ അഭയം കണ്ടെത്തി. ആരോടും മിണ്ടാറില്ല, എന്നോട് പോലും. ഈ കണ്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിട്ടും രജനി സഹായിക്കാൻ ആരും ഉണ്ടായില്ലേ? സഹായിച്ചു. അവരെനിക്ക് പണം ഉണ്ടാക്കാനുള്ളൊരു വഴി കാണിച്ചെന്നു. എസ്റ്റേറ്റിന് അഡ്വാൻസ് കൊടുത്ത 15 ലക്ഷം പോയി. ഇനി അതിനു വേണ്ടി 10 പൈസ ചെലവാക്കേണ്ട കാര്യമില്ല. അവരുടെ പേരിൽ ഒരു കേസ് കൊടുത്താലോ? കൊടുക്കാം. മുദ്രക്കടലാസിന് 1 ലക്ഷം രൂപ വേണം, മറ്റു ചിലവുകൾ പുറമെ. എസ്റ്റേറ്റുകാരുടെ പേരിൽ
നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുന്ന കാര്യം നിൽക്കട്ടെ. ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കണമെങ്കിൽ നാളെ ഒരു 50,000 രൂപയെങ്കിലും കോടതി കിട്ടിയേക്കണം. അത് വല്ല മാർഗം കണ്ടിട്ടുണ്ടോ? നാളെ ഹാജരാവേണ്ട കേസിലെ കക്ഷികൾ കാത്തിരിക്കുകയാണ്. Look here, I don't have time to spare. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല. അപ്പോ വീട് പൊയ്ക്കോട്ടെ അല്ലേ? പണത്തിന് പണം തന്നെ വേണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം എന്റെ ഫീസിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ കക്ഷികൾക്ക് കോടതിയിൽ കെട്ടിവെക്കാനുള്ള പണം കൂടി വക്കീൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. ഈ സംഖ്യ ഇപ്പോൾ കെട്ടിവെച്ചാൽ കുറെ കാലം കൂടി ഇങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ആ കൊച്ചിനെ തണ്ടപ്പിടിയും കൊണ്ട് എങ്ങോട്ടാ പോവുക? ഞാനൊന്ന് പറയട്ടെ, വെറുതെ ആരും ആരെയും സഹായിക്കില്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചിലർക്ക് ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ മുതലെടുക്കുക. അതൊന്നും വലിയ പാപമല്ല. ഇത് ഗോതോർമ്മയ്ക്കുള്ള ഒരു പ്രോമിസറി നോട്ടാ. 50,000 രൂപയുടെ. ഉള്ള കടക്കാരുടെ കൂട്ടത്തിൽ അയാളുടെ ഒരു ജപ്പി വരും. കുറെ കഴിയുമ്പോ അയാൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും വെറുതെ തന്നൊരു തോന്നല് അയാൾക്കും ഉണ്ടാകണ്ട. ഇതാ ഒന്ന് ഒപ്പിട്ടേക്കൂ. ഞാൻ ഫോൺ ചെയ്യാം. ഇന്ന് തന്നെ പോയി കാണണം. എന്താ? ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? മുകളിലേക്ക് വരാൻ പറ. कौन है कौन है? Today we are enjoying. Enjoy? We are Enjoying. ആരാ വരുന്നതെന്ന് അറിയാവോ? हम पूछ रहा है अड्डा क्या करें? अरे बोलो ना. രജനി, the most beautiful dame in town. अरे वाह. സേട്ടിന് പണമുണ്ടാക്കാൻ ഭാഗ്യം. ഇതെല്ലാമാണ് എന്റെ ഭാഗ്യം. തന്റെ ഈ രൂപ വാങ്ങിച്ചു കൊടുക്കാൻ പോണെന്നാ ഞാൻ പറയാൻ പോണേ. നീ എന്നാ വേണുമോ ചൊല്ലോ, വിഷയത്തെ മട്ടും മുറിച്ച് കൊടുത്തോടോ. ഒന്നടിക്കണം. വരൂ വരൂ. താൻ പോയിക്കോ. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ. ശരി. ഹൗ ആർ യു സ്വീറ്റ് ഹാർട്ട്? वाह 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 वाह, क्या माल है, क्या माल है. ഇരിക്കൂ. खूबसूरत खूबसूरत. ഓ, ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എന്നോട് നേരിട്ട് ചോദിച്ചാ പോരെ. ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
രജനി ഇദ്ദേഹത്തെ അറിയുവോ? ഹർറാം സേട്ട്. ഞാൻ ഇപ്പൊ സേട്ടിനോട് പറയുകയായിരുന്നു, ഒരു പുരുഷായുസിൽ കണ്ടുമുട്ടാവുന്ന ഏറ്റവും വലിയ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഉടമയാണ് രജനി. സേട്ട് മോശക്കാരനല്ല, എന്നെ പോലെ 10 പേരെ വിലക്ക് വാങ്ങാൻ കഴിയും. ഇപ്പൊ തന്നെ രജനിയുടെ കാര്യത്തിന് വേണ്ടി പണം അഡ്ജസ്റ്റ് ചെയ്ത് സേട്ടന്റെ അടുത്തുനിന്നാ. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവുമില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കമ്പനി കൂടാറുണ്ട്. പുള്ളി ഒരു കൊച്ചു ഗോപാലകൃഷ്ണ. Cheers. രജനി കുഞ്ഞ്, ഡ്രൈവറെ വേറെ അന്വേഷിച്ചോളൂ. ഇതൊന്നും കാണാൻ ശക്തിയില്ലഞ്ഞിട്ടാ. മുതല് കിട്ടുകയില്ലെന്ന് ഉറപ്പായപ്പോൾ ഗോതോർമ്മ പലിശ ഈടാക്കിയിരുന്നു. നല്ല മനുഷ്യന്. കൂടുതൽ ചെയ്യുന്ന അധ്വാനത്തിന് വേറെ പണവും തന്നിരുന്നു. എന്റെ പതനം കണ്ട് സഹിക്കാഞ്ഞിട്ട് പിരിഞ്ഞുപോയ കുറുപ്പിനെ ഞാൻ പിന്നെ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്നറിയോ? आइए आइए, यहाँ बैठिए. പണ്ട് ഞാൻ നല്ലൊരു ഡ്രൈവറായിരുന്നു. ഇന്ന് ഞാൻ നല്ലൊരു പിമ്പാണ്.